നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി. വിജയത്തോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ വിജയം ആഘോഷിക്കുന്നത് പോലെ തന്നെ ബി.ജെ.പി. അണികൾ ആഘോഷിക്കുന്ന മറ്റൊരു പരാജയം കൂടിയുണ്ട്. ആ പരാജയം തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ്റെതാണ്. കാരണം ബി.ജെ.പിയെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച ഒരാളായിരുന്നു കെ മുരളീധരൻ. കെ മുരളീധരൻ്റെ സഹോദരി പത്മജ ബി.ജെ.പിയിലേക്ക് വന്നപ്പോൾ നിരവധി ആരോപണങ്ങൾ UDFനെയും കോൺഗ്രസിനെയും ഒക്കെ വെച്ചുകൊണ്ട് അവർ പറഞ്ഞിരുന്നു. എന്നാൽ ആ ആരോപണങ്ങളൊന്നും എല്ലാം കള്ളമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തിലും താൻ ബി.ജെ.പിയുടെ എല്ലാ അക്കൗണ്ടുകളും പൂട്ടിക്കാൻ വന്നയാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീമ്പിളക്കിക്കൊണ്ടുമാണ് കെ മുരളീധരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം വടകരയിൽ നിന്നും കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒരു പാർട്ടി, അതായത് കോൺഗ്രസ് തന്നെ ചതിച്ചുവെന്നും കോൺഗ്രസിലെ ചിലരുടെ പ്രവർത്തനങ്ങൾ തന്നെ വലിയ രീതിയിൽ ബാധിച്ചുവെന്നും തെരഞ്ഞെടുപ്പിൽ ബോധപൂർവമായി തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പത്മജ വേണുഗോപാൽ എന്ന കെ മുരളീധരൻ്റെ സഹോദരിയും കെ കരുണാകരൻ്റെ മകളുമായ പത്മജ രംഗത്ത് വന്നത്. പാർട്ടി മാറാനുള്ള കാരണം പോലും അതായിരുന്നുവെന്ന് അവർ കൃത്യമായും വ്യക്തമായും പറയുകയും ചെയ്തു. എന്നാൽ ഒരു പാർട്ടി തനിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തുവെന്നും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ബി.ജെ.പിയെ വളരെ നിശ്ചിതമായി കടന്നാക്രമിച്ചുകൊണ്ട് മറ്റു വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന കെ മുരളീധരൻ്റെ വ്യാമോഹം പൊലിഞ്ഞു വീണത് വലിയ കാര്യം തന്നെയാണ്. അത് ബി.ജെ.പി. അണികൾ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ആരായിരുന്നു ഈ കെ മുരളീധരൻ എന്ന് നമുക്കറിയാം. കേരള രാഷ്ട്രീയത്തിൽ കരുണാകരൻ കെ മുരളീധരനെ എവിടെയെങ്കിലും അവരോധിക്കാൻ വേണ്ടി കൊണ്ടു നടന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് എല്ലാവർക്കും നമുക്കറിയാം, സാധാരണ ചെറിയ ചെറിയ നാടക ട്രൂപ്പുകൾ പോലും കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു കെ മുരളീധരൻ. രാഷ്ട്രീയത്തിൽ അത്രയൊന്നും അറിവോ വിവരമോ പക്വതയില്ലാത്ത കെ മുരളീധരൻ പിന്നീട് അല്പം മെച്ചപ്പെട്ടു എന്ന്, പിന്നീട് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം കൊണ്ട് അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, കെ കരുണാകരൻ പാർട്ടി വിട്ടുപോയപ്പോൾ കെ കരുണാകരനോടൊപ്പം പോയി വേറെ രാഷ്ട്രീയ പാർട്ടി DIC എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ മുരളീധരൻ കെ കരുണാകരൻ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്ന് ദയയാചിച്ച് ₹1 മെമ്പർഷിപ്പിന് വേണ്ടി ദയയാചിച്ചുകൊണ്ടാണ് അവസാനം എങ്ങനെയെങ്കിലും ഈ കെ മുരളീധരനെ പാർട്ടിയിലേക്ക് എടുപ്പിച്ചത്. ആ അവസ്ഥ നമുക്കറിയാം. കഴിവില്ലാത്ത സ്വന്തം മകനെ കൊണ്ട നടന്ന് പലയിടത്തും മത്സരിപ്പിച്ച് അവിടെയൊക്കെ പരാജയപ്പെട്ടപ്പോൾ, രാഷ്ട്രീയത്തിന് ഒരു കണക്കിനും കൊള്ളാത്ത ഒരാളെന്ന് എഴുതി തള്ളിയപ്പോൾ കെ കരുണാകരൻ മുരളീധരനെ കൊണ്ട നടന്ന് പരുവപ്പെടുത്തി കോൺഗ്രസിലേക്ക് എത്തിച്ച് അവസാന ശ്രമം വരെ ആ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തി ഏതെങ്കിലും ഒരു സ്ഥാനത്ത് അവരോധിക്കാൻ ശ്രമം നടത്തിയ കെ കരുണാകരനെ നമുക്കറിയാം. പക്ഷെ പത്മജ വേണുഗോപാൽ അന്നും കോൺഗ്രസ് വിട്ടുപോയിരുന്നില്ല. എന്നാൽ അവർ ഉന്നയിച്ച ചില ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇന്ന് കെ മുരളീധരനും ഉന്നയിക്കുന്നത്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനും തന്നെ തോൽപ്പിക്കാനും കോൺഗ്രസുകാർ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണം ഉയർത്തിക്കൊണ്ട് അവർ പാർട്ടി വിടുമ്പോൾ അവർക്ക് വേണ്ട സ്ഥാനമാനങ്ങളും അർഹതയും അംഗീകാരവും എല്ലാം നൽകിയിട്ടുണ്ട് എന്ന് അന്ന് കെ മുരളീധരൻ പറയുകയും ചെയ്തു. ഏതായാലും കെ മുരളീധരൻ പറഞ്ഞ ആ വാക്കുകളൊന്ന് കേൾക്കാം. കഴിഞ്ഞ മാർച്ച് 9 ഇവിടെ വന്നിറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും UDFനും ഇല്ല, സ്ഥാനാർത്ഥിക്കും ഇല്ല. അതുകൊണ്ട് നാളെ നല്ല ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും കോൺഗ്രസിനോ UDFനോ ഇല്ല. തൃശ്ശൂരിൽ താമര വിരിയുമെന്ന ആവേശത്തിലാണ് BJP പ്രവർത്തകർ. അതിപ്പോൾ നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ, 8 മണി കഴിഞ്ഞാൽ വാടും ഉറപ്പായിട്ട്. അതുകൊണ്ട് അത് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാം. കേരളത്തിലുണ്ടാവില്ല, ബാങ്കിൽ തുടങ്ങാം. ഇല്ലെങ്കിൽ പോലും ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഭൂരിപക്ഷം കിട്ടാനുള്ള? 5 നിയോജക മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം UDFന് ഉണ്ടാവും. അതിൽ പുതുക്കാട് ഭൂരിപക്ഷം കിട്ടുന്നവർ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളത് മൈനസായിട്ടാണ് കൂട്ടിയിട്ടുള്ളത്. നാട്ടിലും കുറച്ച് മൈനസ് വേണ്ട സാധ്യതയുണ്ട്. ട്രെൻഡ് ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ലീഡുണ്ടാവും. BJP 3ാം സ്ഥാനം പോവോ? തീർച്ചയായിട്ടും കണക്കനുസരിച്ച് 3ാം സ്ഥാനത്ത് പോകണം.
തൃശ്ശൂർക്ക് MP ആയിട്ട് ഇനി സ്ഥിരാവും. തീർച്ചയായിട്ടും. കെ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ അന്ന് പറഞ്ഞ വാക്കുകളിൽ നിന്നും വിഭിന്നമായ ഒരു അഭിപ്രായമാണ് ഇന്ന് കെ മുരളീധരൻ പറയുന്നത്. കെ മുരളീധരൻ പറയുന്നത് അവിടുത്തെ DCC നേതൃത്വവും പ്രതാപനുമൊക്കെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണോ കാരണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. DCC നേതൃത്വവും പ്രതാപനും ഒന്നുമല്ല കെ മുരളീധരനെ തോൽപ്പിച്ചത്. കെ മുരളീധരന്റെ അഹന്ത തന്നെയാണ്. കാരണം വടകരയിൽ മത്സരിക്കാൻ പോയി വടകരയിൽ നിന്ന് വന്ന് നേരത്തെയും താനാണ് കുമ്മനത്തിന്റെ അക്കൗണ്ട് പൂട്ടിച്ചത്, അതുകൊണ്ട് ഇവിടെയും ഞാൻ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന ആത്മവിശ്വാസവുമായി രംഗത്ത് വന്ന കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചടി വലിയ തിരിച്ചടി തന്നെയാണ്. രാഷ്ട്രീയ പ്രവർത്തനം പോലും നിർത്താൻ പോകുന്നുവെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പോലും കെ മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കെ മുരളീധരൻ ലക്ഷ്യം വെക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണെന്ന് വ്യക്തമായി അറിയാം. ഏതായാലും അത് നടപ്പാകുമോ എന്ന് പിന്നീട് കണ്ടറിയാം. കെ മുരളീധരൻ തോറ്റതിന്റെ ജാള്യത തീർക്കാൻ പല ആരോപണങ്ങളും ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. സത്യത്തിൽ കെ മുരളീധരനോടും VS സുനിൽകുമാറിനോടും പൊരുതി സുരേഷ് ഗോപി നേടിയ ആ തിളക്കം അത് തനി തങ്കത്തിളക്കം തന്നെയാണ്, അതും 3/4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. അതുകൊണ്ട് ഇനി മറ്റൊന്നും പറയാൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഗ്രൂപ്പിസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പത്മജയെ സ്വന്തം സഹോദരിയല്ല എന്ന് പ്രഖ്യാപിച്ച കെ മുരളീധരൻ പത്മജ പറഞ്ഞ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെയാണ്, പത്മജ പറഞ്ഞ ആ അതേ ആരോപണം തന്നെയാണ് ഇപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. കെ മുരളീധരന്റെ അഹന്തക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണിതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിലെ സാധാരണക്കാരായ നിരവധി സ്ത്രീകൾ ഇന്നലെ ഞങ്ങളുടെ മാധ്യമങ്ങളിലടക്കം പല സ്ഥാപനങ്ങളിലടക്കം മാധ്യമ സ്ഥാപനങ്ങളിലടക്കം വിളിച്ചിരുന്നു. അവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പരാജയം, അതായത് ഏതാണ്ട് 100ഓളം സ്ഥാനാർത്ഥികൾ സ്വതന്ത്രനുമൊക്കെയായി മത്സരിച്ചതിൽ എല്ലാവർക്കും ഏറ്റവും സന്തോഷം ഉള്ള ഒരു പരാജയം അത് കെ മുരളീധരൻ്റെതാണ് എന്ന് തന്നെയാണ്. കെ മുരളീധരൻ ഇപ്പോൾ പറയുന്നത് എല്ലാവരും വിചാരിച്ചില്ല, സുരേഷ് ഗോപി എല്ലാവരും ഇഷ്ടപ്പെട്ടതല്ല, അല്ലെങ്കിൽ എല്ലാവരും ചിന്തിച്ച ഒരു രീതിയല്ല സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയത് എന്നൊക്കെയാണ്. എല്ലാവരും അംഗീകരിച്ച് തന്നെയാണ്, അത് വലിയ അംഗീകാരമല്ല എന്നൊക്കെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കെ മുരളീധരന്റെ അല്പത്വം പുറത്തു വരുന്നു. വീണ്ടും വീണ്ടും ആ അല്പത്വം കെ മുരളീധരൻ കാണിക്കുകയാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനവിധിയെ നമ്മൾ മാനിക്കാറുണ്ട്. നമ്മുടെ എതിർ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ചവർക്കും ആ ജനവിധി അത് അവർക്ക് അനുകൂലമാകുമ്പോൾ നമ്മൾ അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാറുണ്ട്. അവിടെയും കെ മുരളീധരൻ വ്യത്യസ്തനാവുകയാണ്. മൂന്നാംകിട കുശുമ്പും കുന്നായ്മയും വെച്ചുകൊണ്ട് ഇപ്പോഴും വീണ്ടും പരിദേവനം പറഞ്ഞുകൊണ്ട് പണ്ടത്തെ കിങ്ങിണിക്കുട്ടനിലേക്കുള്ള യാത്ര കെ മുരളീധരൻ തുടരുകയാണോ എന്ന സംശയം ബാക്കിയാവുകയാണ്. പക്വതയാർന്നൊരു രാഷ്ട്രീയ നേതാവിനെ പോലെ ഈ സമയത്ത് പ്രതികരിക്കേണ്ടതിന് പകരം പരിദേവനങ്ങളുടെ കെട്ടഴിച്ച് പഴയ കിങ്ങിണിക്കുട്ടനിലേക്കുള്ള കെ മുരളീധരന്റെ ആ യാത്രയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.